നമസ്കാരം. നമ്മുടെ ജന്മനക്ഷത്രങ്ങൾക്ക് ദൈവങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? വേദജ്യോതിഷപ്രകാരം ചില നക്ഷത്രങ്ങൾ സപ്തദേവതകളുടെ പ്രത്യേക അനുഗ്രഹങ്ങൾക്ക് പാത്രമാണ്. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ആ ദേവതകളുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഇന്ന് നമുക്ക് ഓരോ സപ്തദേവതകളെയും അവരുമായി ബന്ധപ്പെട്ട നക്ഷത്രങ്ങളെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ആദ്യമായി ദേവന്മാരുടെ രാജാവായ ഇന്ദ്രൻ. ഇന്ദ്രന്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രങ്ങളാണ് മകയിരവും രോഹിണിയും. മഴയുടെയും ഫലഭൂയിഷ്ഠതയുടെയും നാഥനാണ് ഇന്ദ്രൻ. ഈ നക്ഷത്രക്കാർക്ക് വളർച്ചയും സമൃദ്ധിയും ജീവിതത്തിൽ എന്നും ഉണ്ടാകും. പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രം സർഗാത്മകതയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് അഗ്നിദേവൻ. അഗ്നിയുടെ അനുഗ്രഹം വർഷിക്കുന്ന നക്ഷത്രമാണ് കാർത്തിക. അഗ്നി ശുദ്ധീകരണത്തിന്റെയും ശക്തിയുടെയും പ്രതീകമാണ്. കാർത്തിക നക്ഷത്രത്തിന്റെ ഊർജ്ജസ്വലമായ സ്വഭാവം ജീവിതത്തിൽ ധൈര്യവും വിജയവും നൽകുന്നു. ഇനി വായുദേവൻ. വായുദേവന്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് അശ്വതി. വേഗതയുടെയും ചൈതന്യത്തിന്റെയും രോഗശാന്തിയുടെയും പ്രതീകമാണ് വായു. അശ്വതി നക്ഷത്രക്കാർക്ക് വേഗതയാർന്ന മുന്നേറ്റങ്ങളും ആരോഗ്യമുള്ള ജീവിതവും ലഭിക്കും. നാലാമതായി ജലദേവനായ വരുണൻ. പൂരുരുട്ടാതിയും പൂരാടവും എന്നീ നക്ഷത്രക്കാർക്ക് വരുണന്റെ പ്രത്യേക അനുഗ്രഹം ലഭിക്കുന്നു. വരുണൻ ജലത്തെയും പ്രപഞ്ച നിയമങ്ങളെയും നിയന്ത്രിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് ആഴത്തിലുള്ള ആത്മീയവും വൈകാരികവുമായ ഗുണങ്ങളും ശുദ്ധീകരണ ശക്തിയും നീതിബോധവും ഉണ്ടാകും. സമ്പത്തിന്റെ ദേവനായ കുബേരൻ. കുബേരന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന നക്ഷത്രമാണ് പൂയം. പൂയം നക്ഷത്രം പോഷണവുമായും സമൃദ്ധിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ നക്ഷത്രക്കാർക്ക് കുബേരന്റെ അനുഗ്രഹത്താൽ ധനവും ഐശ്വര്യവും ജീവിതത്തിൽ എന്നും ഉണ്ടാകും. മരണത്തിന്റെയും ധർമ്മത്തിന്റെയും ദേവനായ യമൻ. യമന്റെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് ഭരണി. ഭരണി നക്ഷത്രം രൂപാന്തരം, അച്ചടക്കം, കർമ്മഫലം എന്നിവയെക്കുറിച്ചുള്ളതാണ്. യമന്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ മാറ്റങ്ങളെ നേരിടാനും ശരിയായ പാതയിലൂടെ സഞ്ചരിക്കാനും സാധിക്കുന്നു. അടുത്തത് സൂര്യദേവൻ. സൂര്യന്റെ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രമാണ് മകം. മകം നക്ഷത്രം രാജകീയതയും അധികാരത്തെയും പൂർവികരുടെ അഭിമാനത്തെയും പ്രതിനിധീകരിക്കുന്നു. സൂര്യദേവന്റെ തിളക്കവും അധികാരവും ഈ നക്ഷത്രക്കാർക്ക് നേതൃത്വഗുണവും ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളും നൽകുന്നു. ഇനി സവിശേഷമായ ഒരു നക്ഷത്രത്തെക്കുറിച്ച് കൂടി നമുക്ക് നോക്കാം, വിശാഖം. ഈ നക്ഷത്രത്തിന്റെ അതിദേവതകൾ ഇന്ദ്രനും അഗ്നിയും ചേർന്നുള്ള ഇന്ദ്രാഗ്നിയാണ്. അതായത് സപ്തദേവതകളിൽപ്പെട്ട രണ്ട് പ്രധാന ദേവതകളുടെ അനുഗ്രഹം ഒരേ സമയം വിശാഖം നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു. ഇന്ദ്രന്റെ ശക്തിയും വിജയവും അഗ്നിയുടെ ശുദ്ധീകരണവും ഊർജ്ജവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതിനാൽ ഇവർക്ക് വലിയ ലക്ഷ്യബോധവും സ്ഥിരചിത്തതയും ജീവിതത്തിൽ ഉന്നത വിജയം നേടാനുള്ള കഴിവും ഉണ്ടാകും.